റെയ്സ് സിൻഡ്രം. റെയ്സ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ അത് ലിവറിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഡിസോർഡറാണ്, ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഡിസോർഡറാണ്. ഓക്കെ, ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആസ്പ്രിൻ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കാൻ പാടില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആസ്പ്രിൻ കൊടുത്താലുണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് റെയ്സ് സിൻഡ്രം. അതുപോലെ തന്നെ ആസ്പ്രിൻ മാത്രമല്ല, വൈറലായിട്ടുള്ള ചില അസുഖങ്ങൾ കാരണവും റെയ്സ് സിൻഡ്രം ഉണ്ടാകാറുണ്ട്. കുഞ്ഞുങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, റെയ്സ് സിൻഡ്രം വന്നാൽ ലിവർ ഫെയിലിയർ വരും, സെറിബ്രൽ എഡിമ വരും. സെറിബ്രൽ എഡിമ, ലിവർ ഫെയിലിയർ. ഇതിൻ്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളിൽ ആസ്പ്രിൻ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആസ്പ്രിൻ കാവാസാക്കി ഡിസീസ് എന്ന് പറയുന്ന ഒരു ഒറ്റ അസുഖത്തിലേ കൊടുക്കത്തുള്ളൂ, അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ആസ്പ്രിൻ കൊടുക്കാറില്ല. കുഞ്ഞുങ്ങൾക്ക് ആസ്പ്രിൻ കൊടുത്താൽ ഈ പറയുന്ന പോലെ തന്നെ ലിവർ ഫെയിലിയറും ബ്രെയിൻ എഡിമയും വരും. ഓക്കെ, സെറിബ്രൽ എഡിമയും വരും. അതാണ് റെയ്സ് സിൻഡ്രം. റെയ്സ് സിൻഡ്രം വളരെ സീരിയസ് ആണ്. റെയ്സ് സിൻഡ്രം വന്നാൽ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഈ പേഷ്യൻ്റ് ഏത് സിംറ്റം കാണിക്കുന്നോ അതിനെ ട്രീറ്റ് ചെയ്യണം. സെറിബ്രൽ എഡിമ കാണിച്ചാൽ അതിനെ ട്രീറ്റ് ചെയ്യണം, ലിവർ ഫെയിലിയർ കാണിച്ചാൽ അതിനെ ട്രീറ്റ് ചെയ്യണം. പേഷ്യൻ്റ് ഏത് സിംറ്റം കാണിക്കുന്നോ അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ.